കിരൺ റാവു ഡയറക്റ്റ് ചെയ്ത് അമീർ ഖാൻ പ്രൊഡക്ഷൻസ് പ്രൊഡ്യൂസ് ചെയ്ത നെറ്റ്ഫ്ലിക്സിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ലാപത്ത ലേഡീസിനെ കുറിച്ച് രണ്ട് വാക്കിൽ ചിലപ്പം കൂടാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റ് ഫിലിം കണ്ടതേ ഉള്ളൂ നെറ്റ്ഫ്ലിക്സിൽ. എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണെന്ന് ഞാൻ പറയും. ഇപ്പം ഇങ്ങനത്തെ ഒക്കെ സിനിമകൾ ശരിക്കും കാണാൻ കിട്ടാനില്ല. നിറച്ച് ലവ്, ഇന്നസെൻസ്, ബ്യൂട്ടി എല്ലാം കൂടെ ചേർന്ന് ഒരു സിനിമയാണ് ലാപത്ത ലേഡീസ് എന്ന് ഞാൻ പറയും. വളരെ കിടിലമായിട്ടുള്ള ഒരു വിഷ്വൽസിൻ്റെ സപ്പോർട്ടോടുകൂടി, നല്ല ക്യാരക്ടറൈസേഷനോടുകൂടി ഓഡിയൻസിനെ എൻ്റർടൈൻ ചെയ്യാനും, അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി പൊളിറ്റിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഉള്ള രീതിയിലാണ് എല്ലാം പ്രസൻറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഈ അടുത്ത കാലത്തൊന്നും ഇത്ര ബ്യൂട്ടിഫുള്ളായിട്ട് എന്നെ ആകർഷിച്ച ഒരു സിനിമ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് പറയണമെന്ന് വിചാരിച്ചത്. എസ്പെഷ്യലി ബോളിവുഡിലൊക്കെ ഇങ്ങനൊരു സിനിമ വരിക എന്ന് പറയുന്നത് വിച്ച് ഈസ് അൺബിലീവബിൾ എന്ന് പറയേണ്ടി വരും ഈ ഒരു കാലത്ത്. പിന്നെന്താ പറയണ്ടേ, സിനിമയുടെ കഥ എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് പറയാനുണ്ട്. ക്യാരക്ടറൈസേഷനും, പെർഫോം ചെയ്ത രീതി, വിഷ്വൽസ്, പാട്ടുകൾ, അടിപൊളി പാട്ടുകളുണ്ട്. അതുപോലെ ഇതിനകത്ത് ഇമോഷണൽ ആയിട്ട് ഒത്തിരി ഭാഗത്ത് ഇമോഷണലായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഇമോഷണൽ ആയി പോകുന്നുണ്ട് പല സ്ഥലത്തും. ആൻഡ് ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ ഒരേ പൊളിയായിട്ടുള്ള ക്ലൈമാക്സ് ആണ്. സോ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഈ സിനിമ കാണണമെന്ന് ഞാൻ പറയും. അത്ര ഒരു ബ്യൂട്ടിഫുൾ, ലവ്ലി, ക്യൂട്ട്, സ്വീറ്റ് ഫിലിമാണ്. ഞാൻ ഇനിയും കാണും എന്തായാലും. എനിക്ക് ഇഷ്ടമായി. നല്ലൊരു ഒരു ക്ലെൻസിങ് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ ഒരു ഫിലിമാണ്. പിന്നെ സ്ത്രീകളുടെ വിദ്യാഭ്യാസം, വിവാഹാനന്തര ജീവിതം, അതിനെക്കുറിച്ചുള്ള, പിന്നെ സൊസൈറ്റി, ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള പല ആംഗിളിൽ നിന്നും സംസാരിക്കുന്നു. പല വാല്യൂസിനെ കുറിച്ച് സംസാരിക്കുന്നു. ഇതൊന്നും കൂടാതെ കുറച്ച് കൂട്ടം മനുഷ്യരുടെ പ്യൂരിറ്റി, നന്മ, ഇന്നസെൻസ് എല്ലാം പറയുന്നു. മൊത്തത്തിലൊന്ന് സംഗ്രഹിച്ചു പറയാനാണെങ്കിൽ എന്താ പറയുക, നന്മ നിറഞ്ഞ ഒരു സിനിമയാണ്. ആ ഒരു സ്നേഹമാണ് ഈ സിനിമയിലുള്ള ആ മനുഷ്യരുടെ നിഷ്കളങ്കമായ സ്നേഹം, നന്മ, ആ ഒരു ഇന്നസെൻസ് ഒക്കെ കൊണ്ടാണ് ഈ സിനിമ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഞാൻ ഒരിക്കലും റിവ്യൂ പറയുമ്പോൾ അതിൻ്റെ കഥ സംബന്ധിച്ചൊന്നും പറയാറില്ല, അല്ലെങ്കിൽ അതിൻ്റെ ട്വിസ്റ്റുകൾ ഒന്നും ഞാൻ പറയാറില്ല. കാരണം നമ്മൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് തീർന്നു. സോ നമ്മൾ തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യാം. മറ്റൊരാളുടെ ആ ഒരു എന്താ പറയുക, രസം കൊല്ലിയാവാൻ എനിക്ക് താല്പര്യമില്ല. സോ എല്ലാവരും ലാപത്ത ലേഡീസ് കാണുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സിനിമ റെക്കമെൻഡ് ചെയ്യാണ്, ഹൈലി റെക്കമെൻഡ് ചെയ്യാണ്. ഒരു വൺ ടൈം വാച്ചബിൾ അല്ലാത്ത സിനിമയാണ്. നമ്മൾ ഡെഫിനറ്റായിട്ടും വീണ്ടും നമ്മൾ കാണും. അത്ര ഒരു സുഖം തരുന്ന ഒരു സിനിമയാണ്. ഞാൻ വെറുതെ ഇങ്ങനെ പൊക്കിയടിച്ച് പറയുന്നതല്ല, നിങ്ങൾ കണ്ടു നോക്കണം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറയുന്ന എല്ലാ പോയിന്റ്സും ഇത്രയും പറഞ്ഞാൽ പോരെ, ഇനി ഒത്തിരി പോയിന്റ്സ് ഞാൻ വിട്ടുപോയിട്ടുണ്ടാവും. ബട്ട് ഒരു 4-5 സ്ഥലത്തെങ്കിലും ഞാൻ നന്നായിട്ട് ഇമോഷണലായി, ശരിക്കും പറഞ്ഞാൽ അത്ര നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിലെ പാട്ടുകൾ നല്ല രസമായിട്ടുണ്ട്, വിഷ്വൽസ് നല്ലതായിട്ടുണ്ട്. അത്രയൊക്കെ തന്നെ ആണ് മെയിനായിട്ടും ഞാൻ എനിക്ക് പറയാറുള്ളത്. സോ എല്ലാവരും കാണുക. ഓക്കെ.